ഹലോ ഗൈസ്, നമുക്കിന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. ഞങ്ങളെ കോഴിക്കോട്ടുകാരുടെ ഭാഷയെ പറഞ്ഞാൽ കോഴിമുട്ട ബിരിയാണി ഉണ്ടാക്കാം. വളരെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, വലിയ സംഭവമൊന്നുമല്ല. സ്റ്റാർട്ടേഴ്സിനൊക്കെ ഏറെക്കുറെയൊക്കെ സർവ് ചെയ്ത് പോകാൻ പറ്റിയൊരു റെസിപ്പിയാണ്, അല്ലാണ്ട് വലിയ ഷെഫ് റെസിപ്പിയൊന്നുമല്ല. ഓക്കെ, അപ്പം ഞാൻ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കർ റെഡിയാണ്. ഇനി അതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ, ചിലർ വെളിച്ചെണ്ണ ആയിരിക്കില്ല, എന്തായാലും ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടത്. പിന്നെ അതേപോലെ അതിൽ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഓക്കെ, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിങ്ങാണ്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ച്, അത് വാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കുത്തി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ അതൊക്കെ യോജിപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വഴറ്റി എടുത്തു. പിന്നെ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടാം. കരിവേപ്പിൻ്റെ ഇല ഒക്കെ നമുക്കുള്ള ഓരോരോ അലങ്കാരപ്പണികളാണല്ലോ. മൂടി വെച്ച് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു വിസിലടുപ്പിക്കാം. അതാകുമ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. പിന്നെ മുട്ട ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ടായിനി, അതൊക്കെ ഒന്ന് റെഡിയായി, ഒക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഒന്ന് വരയിട്ട് കൊടുക്കാമെന്ന് കരുതി. വരയിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടുമെന്ന് വിചാരിക്കുന്നു, ഓരോ വിശ്വാസം. എന്നിട്ട് അങ്ങനെ അതെല്ലാം വരയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മസാല തുറന്ന് നോക്കി. എന്താ സംഗതി, എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി പൊടിയാണിത്, ഗരം മസാല. ഉമ്മ ഉണ്ടാക്കുന്നൊരു ഗരം മസാലയാണ്. അതൊരു 1-2 സ്പൂൺ അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്കൊരു ഒരു ചെറിയൊരു എരിവിനും ഒരു കളറിനൊക്കെ വേണ്ടി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നല്ല മിക്സ് ആവണം. ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സായി നല്ല ഉഷാറായിട്ട് നിൽക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് തൈര് ഇല്ല എൻ്റെ അടുത്ത്, യോഗേർട്ടാണുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും യോഗേർട്ട് തന്നെ ഇടാമെന്ന് കരുതി. വലിയ പുളിപ്പൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടു. അതിട്ട് കഴിഞ്ഞതിന് ശേഷം മുട്ട അതിലേക്കിട്ടു. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് മുട്ട. വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ വലിയ പാചക വിദഗ്ധയൊന്നുമല്ല. പിന്നെ അരി കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതിന് കഴുകിയിട്ട്. അതിന് അളവ് എന്ന് പറയുമ്പം ഞാനൊരു ചെറിയ ബൗളിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ബൗളിൽ 2 വാട്ടയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ 2 ബൗളിന് പകരം ഞാൻ 4 ബൗളിൻ്റെ അടുത്തേക്ക് വെള്ളം എടുത്ത് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുക്കറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട്, ഞാൻ അരിയൊക്കെ ഇടാനുള്ളതല്ലേ, കുറച്ച് ഉപ്പൊക്കെ വേണം, ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടു. പിന്നെ എല്ലാം നമ്മൾ ടേസ്റ്റിന് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം കൂടി കിടക്കരുത്. അപ്പോൾ അരിയിട്ട് നല്ല വൃത്തിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ കുറച്ച് ഉള്ളിയൊക്കെ കൂടുതലുള്ള മാതിരി തോന്നും നമുക്ക്, പക്ഷെ അത് വെന്ത് വരുമ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ഉഷാറായിട്ട് നിൽക്കും. കുക്കർ മൂടി വെച്ചു. 1-2 വിസിൽ, ആ കുക്കറിനെ ബേസ് ചെയ്തിട്ടാണ് വിസിലൊക്കെ. ഞാൻ 1-2 വിസിൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കിയപ്പം ഇനിയും അതിൽ വെള്ളമുണ്ട്, അരി അത്രത്തോളം അങ്ങ് വെന്തിട്ടും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി മൂടിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ഒരു 2 വിസിലൂടെ അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, സംഗതി സെറ്റാണ്. വളരെ ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ, വേറെ അടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളെ കുക്കർ എഗ് ബിരിയാണി സെറ്റാണ്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലേവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നല്ല ഫ്ലേവറാണ്. എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു ഗരം മസാല ഉണ്ടല്ലോ, അത് പൊളിയാണ്, സൂപ്പറാണ്. ഞാൻ കുറച്ച് പ്ലേറ്റിലേക്ക് വിളമ്പി, ഹസ്ബൻഡിന് വേണ്ടിയുള്ളത് കുറച്ച് നല്ല വൃത്തിയിൽ വിളമ്പി. സൈഡിലൊക്കെ തിരി മറിഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇച്ചിരി അച്ചാർ അതിൻ്റെ സൈഡിൽ, ഒരു അലങ്കാരപ്പണി, അതൊന്ന് സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1-2 ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് നുള്ളി കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ, നമ്മളെ നിർമ്മിതി ആയതുകൊണ്ട് നമ്മൾ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. അപ്പം ഇതൊന്ന് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം, തെറി പറയില്ല എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ താങ്ക്സ്.